ആലപ്പുഴയിലെ കലവൂരിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. അവിടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇന്ന് മുഖ്യമന്ത്രി രാവിലെ 9:30 മണിക്ക് എത്തുക. അവിടെ പ്രവേശനോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. YS അഭിനന്ദ അവിടെ നിന്ന് ചേരുന്നു. YS, യഥാർത്ഥത്തിൽ ഈ കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ വരുന്നു എന്നുള്ളതും ഒരു വാർത്തയാണല്ലോ. എന്താണ് വിവരങ്ങൾ? സ്കൂൾ പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ വർണ്ണാഭമാക്കുകയായിരുന്നു കലവൂരിലെ ഒന്നാകം കലവൂർ ഗ്രാമം മുഴുവൻ. അതായത് കലവൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന് ഉദ്ഘാടനം നടക്കുന്ന വേദിയാണിത്. പ്രവേശനോത്സവ ഗാനം ഇത്തവണ വലിയ പ്രത്യേകത ഉണ്ട്. കാര്യം കൊട്ടാരക്കര താമരക്കുടി SV ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭദ്രഹരി എന്ന അവർക്ക് ഏറ്റവും ഇരട്ടി മധുരം കൂടിയാണ്. ഈ ഭദ്രഹരിക്കാണ് കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി വിജയിച്ചതിന് പിന്നാലെയാണ് ഭദ്രഹരി രചിച്ച ഗാനം തന്നെ പ്രവേശനോത്സവ ഗാനമാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത്. ദൃശ്യാവിഷ്കാരം അല്പസമയത്തിനകം തന്നെ ഇവിടെ നടക്കും. അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം ഇപ്പോൾ പൂർണ്ണമായിട്ടുണ്ട്. നവാഗതരെ 9 മണിയോടുകൂടിയായിരിക്കും മന്ത്രി V ശിവൻകുട്ടി സ്വാഗതം ചെയ്യുക. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ കുട്ടി കസേരകളൊക്കെ ഇട്ട് ഇപ്പോൾ അവരെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ ഇവിടെ തയ്യാറെടുത്തു കഴിഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് ആദ്യമൊക്കെ എത്തുമ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരിക്കും. എന്തായിരിക്കും പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരിക്കും. അവർ ആദ്യമായി മറ്റൊരിടത്തേക്ക് എത്തുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഇതോടൊപ്പം തന്നെ അധ്യാപകരും അനധ്യാപകരും എല്ലാവരും തയ്യാറെടുത്ത കാഴ്ചയാണ് കാണുന്നത്. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇവിടെ പൂർണ്ണമായി കഴിയുന്നത്. 3000-ഓളം ആളുകളായിരിക്കും സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമാകുക. ഇതിനോടൊപ്പം തന്നെ കലവൂരിലെ എല്ലാ കലാ സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് തന്നെ അത്തരത്തിലേക്ക് പരിപാടികൾ സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കലവൂരിൽ തന്നെ ഇറങ്ങി എല്ലാവരെയും നേരിട്ട് ക്ഷണിക്കുന്നു. ഈ ഗ്രാമം ഒന്നാകെ ഈ പ്രവേശനോത്സവത്തിന്റെ ഭാഗമാകണമെന്ന് ഇവിടെയുള്ള ആവശ്യപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് അധികൃതരൊക്കെ സ്കൂളുകൾ തുറക്കുന്നു, പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നു.